ഈമാനുള്ള മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് സൂറത്തുൽ മുഅ്മിനൂൻ നമുക്ക് കാണാം. വിശുദ്ധ 23-ാമത്തെ സൂറ. അതിന്റെ തുടക്കം അങ്ങനെയാണ്, അത് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു തആല അവരുടെ വിശേഷണങ്ങളാണ്, അവരുടെ ഗുണങ്ങളാണ് എന്നെ പറയുന്നത്. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഒന്നാമത്തെ ഗുണം പറഞ്ഞതാണ്. ഈമാനിന് ശേഷം എണ്ണാവുന്ന അവരുടെ ഒന്നാമത്തെ ഗുണം അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ് അവർ. നോക്കണം, അപ്പൊ നിസ്കാരം ഇല്ലാത്തവരുടെ അവസ്ഥ എന്താണ്? മുഅ്മിനീങ്ങൾ നിസ്കരിക്കുന്നവരാണ്, തീർന്നില്ല. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്ന് പറഞ്ഞത്. നിസ്കാരം മാത്രമല്ല, ഒപ്പം അതിൽ ഖുശൂഉണ്ട്, അവർക്ക് ഭയഭക്തി ഉണ്ടാകും. അത് നമുക്ക് വേണം. ഖുശൂഇന്റെ ഭാഗം തന്നെയാണ് അത്. കൃത്യമായി ജമാഅത്ത് നമ്മൾ പങ്കെടുക്കുക, അകാരണമായി ജമാഅത്ത് ഒഴിവാക്കാതിരിക്കുക. അതുപോലെ ഈ പറഞ്ഞ ഭക്തി നമ്മൾ ആരുമായി വരുന്ന പുറമെ കടന്നു വരുന്ന ചിന്തകളെ അത് തട്ടിമാറ്റുക, അത് അള്ളാഹുലേക്ക് തിരിച്ചുവിടുക, നമ്മൾ മനസ്സിനെ അയച്ചുവിടാതിരിക്കുക. ഇതൊക്കെ നിസ്കാരത്തിന്റെ ഭയഭക്തിയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കണം. അതുപോലെ രണ്ടാമത് നിസ്കാരവുമായി സൂചിപ്പിക്കാനുള്ളത്, നമുക്കറിയാം ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് നിസ്കരിക്കുക. അത് ദീനിന്റെ അസിലാണ്, അടിസ്ഥാനമാണ്. ഫത്തഖുല്ലാഹ മസ്തതഅ്തും. നിങ്ങൾ കഴിയുന്ന പ്രകാരം അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നാണ് എല്ലാ വിഷയങ്ങളിലും. നിസ്കാരത്തിലുണ്ട്. ഒരു മനുഷ്യന് നിന്ന് നിസ്കരിക്കാൻ പ്രയാസമാണെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാൻ ഇളവ് തരുന്നുണ്ട്. ഇരുന്ന് നിസ്കരിക്കാം, പക്ഷെ ആ ഇളവുകളായിരിക്കണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിന്ന് നിസ്കരിക്കുക എന്നത് നിസ്കാരത്തിന്റെ ഫർളുകളിൽ പെട്ടതാണ്. ഫർളുകളിൽ എന്ന് പറഞ്ഞാൽ ഒരു ഫർളായ കാര്യം നിസ്കാരത്തിൽ ഒഴിവാക്കിയാൽ നിസ്കാരത്തിന്റെ സ്വീകാര്യതയാണ് ബാധിക്കുക. അപ്പോൾ ഇരുന്ന് നിസ്കരിക്കാൻ ആർക്കെങ്കിലും നിൽക്കാൻ പ്രയാസമുണ്ട് എങ്കിൽ ഇരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വല്ലി ഖായിമൻ, നീ നിന്ന് നിസ്കരിക്കുക. ഫഇല്ലം തസ്തതി ഫഖാഇദൻ, അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഇരിക്കുക എന്നാണ്. നമുക്ക് ഹദീസുകളിൽ വ്യക്തമായി കാണാം. ഇമാം ബുഖാരി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് സഹീഹ്. വീണ്ടും അവിടെ പറഞ്ഞു, ഫഇല്ലം തസ്തതി ഫഅലാ ജംബി, നീ ഇരിക്കാനും കഴിയില്ലെങ്കിൽ കിടന്നിട്ട് നിസ്കരിക്കുക. എങ്ങനെ കിടന്ന് നിസ്കരിക്കാം? സുജൂദ് റുകൂഇനൊന്നും പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ് കിടക്കുന്നത്. പക്ഷെ അതിനുവേണ്ടി ഈമാൻ വെച്ച് ആംഗ്യം കാണിക്കുക, സുജൂദിലേക്കുള്ള കഴിയുന്ന പോലെ കുനിയുക, ദൃഷ്ടി താഴ്ത്തുക, ഇതൊക്കെ ഹാനനുസരിച്ച് രോഗിയുടെ അവസ്ഥ അനുസരിച്ച് ഇളവുകൾ വന്നിട്ടുണ്ട്. പക്ഷെ പലരും എന്താ പറയുക, സുജൂദിന് പോകാൻ കഴിയാത്ത ആളുകൾ തുടക്കത്തിലെ കസേരയിൽ ഇരിക്കുന്നത് ശരിയായ രീതിയല്ല. ഇന്ന് കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്നവർ കൂടി വരുന്നുണ്ട്. രോഗം പല കാരണങ്ങളൊക്കെ ഉണ്ടാകും, ബുദ്ധിമുട്ട്. നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരാൾക്ക് നിൽക്കാൻ കഴിയും, അയാൾക്ക് ഫാത്തിഹ നിന്നുകൊണ്ട് ഓതാം, മറ്റു സൂറ ഇമാമിനോടൊപ്പം നിന്ന് ഓതുകയോ കേൾക്കുകയോ ചെയ്യാൻ കഴിയുമെങ്കിൽ നിന്നുകൊണ്ടാണ് അത് നിർവഹിക്കേണ്ടത്. അയാൾക്ക് എവിടെയാണോ ഇളവ് ആവശ്യമുള്ളത്, ഇതൊരു കായികയായി തത്വമായി മനസ്സിലാക്കുക. എനിക്ക് എവിടെയാണ് ഇളവ് വേണ്ടത്, സുജൂദിലോ റുകൂഇലോ, അവിടെ എടുക്കാം. അതിനപ്പുറത്തേക്ക് നമ്മൾ ആ ഇളവ് ഉപയോഗപ്പെടുത്തരുത്. കാരണം നിസ്കാരം നിന്ന് നിർവഹിക്കുക എന്നത് അതിന്റെ സ്വീകാര്യതയുടെ മാനദണ്ഡങ്ങളിൽപ്പെട്ടതാണ്, ഫർളുകളിൽപ്പെട്ടതാണ്. ഒരാൾ സുജൂദിനാണ് പ്രയാസം, അയാളുടെ കുറ്റമാണെങ്കില്ല. ഒരു വ്യക്തിയുടെ പ്രായാധിക്യം കൊണ്ടോ മറ്റു രോഗമാണെങ്കിൽ സുജൂദിന്റെ സമയത്ത് നമുക്ക് ചേർന്നിരിക്കാം. നിൽക്കുന്നതിന് പ്രയാസമില്ല, നിൽക്കാൻ പ്രയാസമില്ലാത്തതുകൊണ്ട് നടന്നു വന്നത്.